ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈബ്സ് വിത്ത് സൂര്യ. ഇന്നത്തെ വീഡിയോയിൽ സത്യം പറഞ്ഞാലേ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത കഥയാണ് കേട്ടോ. അപ്പോഴേ ഒരു കഥ സൊല്ലട്ടുമാ, ഇന്ന് ആ സ്റ്റോറിയാണ് കേട്ടോ. ഇതിന് വേണ്ടത് ഫസ്റ്റ് കുറച്ച് ഇതുപോലെ നല്ല പൊട്ടിപ്പോവാത്ത, നല്ല പുഴുവൊന്നും കടിക്കാത്ത നല്ല വാഴയില വെട്ടിക്കൊണ്ടുവരിക. ഇവിടെ നല്ല മഴയായിരുന്നു. ഞാനിത് ചെയ്യുന്ന സമയം അത്യാവശ്യം രാത്രിയിലാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റുന്ന ഒരു ഇത് ഓർഡർ ചെയ്തു. ആ ഷീറ്റ് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന ആ ഷീറ്റ് എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടിയില്ല. കോമഡി വേറെ ഒന്നും അല്ല, അത് ഞാൻ ഇടയിൽ പറയാം കേട്ടോ. ചെയ്യാൻ പോവാ അല്ലേ? ചെയ്താലോ? അപ്പൊ നമുക്ക് ഇവിടെ റെഡിയാക്കാം. അതിന് വേണ്ടിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ആണോ? ഇത് ആരോടാ ചോദിക്കണമെന്ന് പറഞ്ഞ ഈ ഡ്രസ് നല്ലതാണോന്ന് ആരോടോ ചോദിക്കണമെന്ന് പറഞ്ഞ ഏത് ചേട്ടനോട് ചോദിക്കണം? ലൈവില് വരുന്ന ഒരു ചേട്ടനോട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഏത് ചേട്ടനോടാ? അനുബ്രോയോടാണോ? ജിഷ്ണു ബ്രോ, പിന്നെ ശരത് ബ്രോ. അവന്റെ പുതിയ ടീഷർട്ടാ, ഇത് കൊള്ളാമോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം പുതിയതാ, പക്ഷെ ഇത് 2 ദിവസം കഴിയുമ്പോ ഞങ്ങൾ ഇത് കീറി ഓട്ടയൊക്കെ ആക്കി നല്ല സെറ്റ് ആക്കി തരാം അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയണ്ട. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്ലഗ് പോയിന്റ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കണ്ടുപിടിക്കുക. അവിടെയാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ നമ്മുടെ വീട്ടിലൊക്കെ ജനാല ഉണ്ടാവുമല്ലോ, വിൻഡോസ് ഉണ്ടാവും. ഒരു 3 പാളിയുടെയൊക്കെ ജനാലിൻ്റെ സൈഡാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടും. അവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കർട്ടൻ്റെ മുകളിൽ തന്നെ നമ്മൾ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. അതെല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പും കുറച്ച് മുട്ടുസൂചി വേണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റാപ്ലയർ പിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റാപ്ലയർ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇത് എനിക്ക് ഒരു പിടിയുമില്ല ഇത് എങ്ങനെ ചെയ്യണം എന്നോ അല്ലെങ്കിൽ ഒരു തേങ്ങാക്കൊല ഇതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ മുട്ടുസൂചിയൊക്കെ ഉള്ള ഒരു ആശ്വാസത്തിൽ ഞാനങ്ങ് ചെയ്യുവാണ് കേട്ടോ. കുളം ആകുമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അഡോണിയോട് ചോദിക്കുന്നുണ്ട്. അവനല്ലേ ആള്, അവനവിടെ ഇരുന്നിട്ട് ഇല്ല ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സത്യത്തിൽ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവന് ഇടയ്ക്ക് എനിക്ക് പിന്നൊക്കെ എടുത്തു തരും കുത്തി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെയർ വാഴയില ആദ്യം നിങ്ങൾക്ക് എത്രയും വീതിയിലാണോ വേണ്ടത് അത്രയും ലെയർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ഹൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ എവിടെ ഇരുന്നാണോ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പൊസിഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു വാഴയില ആ ക്ലോത്തോട് ചേർത്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അങ്ങനെ ഇത് കുളമാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്തേ പറ്റൂ. കാരണം ഓണം മേക്കപ്പ് ലുക്ക് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് ഈ വർഷം ഭയങ്കര ഡ്രീമായിരുന്നു. കാരണം അത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളതായിരുന്നു. അപ്പം അതിൻ്റെ എഫേർട്ട് എൻ്റെ പുറകിലാണ്. ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അല്ലാതെയുള്ള പർച്ചേസിങ്, ഷോപ്പിങ്, പിന്നെ ഇത് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാറി പോവാൻ മനസ്സിലായിരുന്നു. കാരണം ഓർഡർ ചെയ്ത സാധനം 29th ഡെലിവറി ആവുന്നു കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് സെപ്റ്റംബർ 3 വരത്തുള്ളതാണ്. എനിക്ക് സെപ്റ്റംബർ 3 വരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയില്ലായിരുന്നു. കാരണം ഓൾറെഡി എല്ലാ യൂട്യൂബേഴ്സും ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ചാനലിൽ ഇടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളമാകുവാണേ ആവട്ടെ, എന്തായാലും നമുക്ക് ചെയ്തു തുടങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ഒരു ലെയർ വെച്ചു. അതിനുശേഷം അതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിരിക്കത്തക്ക രീതിയിൽ നമ്മൾ സെയിം ലെങ്തിലൊക്കെ വാഴയില ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്ക് മുട്ടുസൂചി വെച്ചിട്ട് ആ കർട്ടനയിലോട്ട് ചേർത്ത് കുത്തിവെക്കുക. ഇനി നിങ്ങൾക്ക്
ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ എപ്പോഴും പോയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കയ്യിൽ ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ. അങ്ങനെ ഓരോ പീസൊക്കെ എടുത്ത് നമ്മളിത് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുള്ള് നിങ്ങൾ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ വാഴയിലയുടെ എണ്ണം കുറച്ച് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പം ഞാനിത് മഴ നനഞ്ഞു കൊണ്ടുപോയി കുറച്ച് വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നതാ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇതിന് മതിയാവോ എന്നുള്ളതും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് നാളെ വീഡിയോ ചെയ്യേണ്ടതാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാനങ്ങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പൊട്ടിപ്പോന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം നനവും കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാനത് തുടച്ചൊന്നുമില്ല, കാരണം ഒരുപാട് ലേറ്റായി. ഇത് ചെയ്തിട്ട് വേണമായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ. സോ നമ്മൾ ഇത് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടതാണ് സ്റ്റാപ്ലർ. ഇവിടാണ് നമുക്ക് കേട്ടോ ഇതിൻ്റെ ആവശ്യം വരുന്നത്. ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിക്കാം. നിങ്ങൾക്ക് ഒരാളും കൂടെ ഹെൽപ്പിന് നല്ല വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അവർ പിന്നെ എനിക്ക് എന്നെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലെ എക്സ്ട്രാ ഗ്യാപ്പൊക്കെ ഉള്ളത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേശ്ശെ കട്ട് ചെയ്ത് നമ്മൾ കയ്യിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിടയ്ക്ക് ചിലപ്പോൾ വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഒന്നും കാര്യമാക്കണ്ട, എന്തായാലും ഫൈനൽ ലുക്ക് സെറ്റ് ആവും. എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ദൈവമേ ഇതെല്ലാം ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ട് അതല്ലെങ്കിൽ കുറേ ആഗ്രഹിച്ചിട്ട് ഇതെല്ലാം കയ്യിൽ നിന്ന് പോകും. എനിക്കാണെങ്കിൽ ചാനലിൽ ഈ വീഡിയോസൊക്കെ ഇട്ടേ പറ്റത്തുള്ളായിരുന്നു, കാരണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മാക്സിമം എന്താ പറയുക, സത്യത്തിൽ എനിക്ക് വിഷമവും വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊന്നും ശരിയാവുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ആ ഫ്ലവേഴ്സും കൂടെ ഒക്കെ വന്നപ്പോൾ, ആ ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടെ ഒക്കെ വന്നപ്പം എനിക്ക് ഫൈനൽ ലുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലവർ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് നീളത്തിൽ ഇട്ടെന്നേ ഉള്ളൂ, ലെങ്ത് കൂട്ടി ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ചരിച്ചോ ഒക്കെ ഇടാം. പക്ഷെ ഒരു സംഭവമുണ്ട്, അങ്ങനെ വരുമ്പം നമുക്ക് വാഴയിലയിൽ കുറച്ച് വെയിറ്റ് കൂടുതൽ തോന്നും. കാരണം ഇത് ഒറ്റയ്ക്കങ്ങ് ഇടുവാണെങ്കിൽ 1 ലെയറായിട്ട് അങ്ങനെയും കിടന്നോളും താഴെ വരെ. അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിൻ കുത്തുമ്പോൾ വാഴയില ചിലപ്പോൾ ആ ക്ലോത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഇടയ്ക്ക് നമ്മുടെ LED ലൈറ്റിൻ്റെ ഇല്ലേ, അതിൻ്റെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നീളത്തിൽ കിട്ടത്തില്ലേ, ലൈറ്റിൻ്റെ മീൻസ് സ്ട്രിപ്പല്ല അല്ലാതെ കിട്ടില്ലേ, അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവും. അങ്ങനെ ഹീറ്റാവുമ്പം ഈ ലൈറ്റ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അത് ഇങ്ങനെ പിഴുതെടുക്കേണ്ടി വരും, മീൻസ് ഇങ്ങനെ നുള്ളിപ്പറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് നമ്മുടെ ഇത് അഴുക്കായി പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. പിന്നെ അത് തന്നെയല്ല, ക്യാമറയിൽ ഇതിൽ നമ്മൾ ഫേസിൽ ഒരു സൈഡിൽ ഇതിൻ്റെ വെട്ടവും അതല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഷെയ്ഡും ഒക്കെ തമ്മിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഷെയ്ഡിങ് കറക്റ്റായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വെക്കാം കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവമേ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്, അത് നമുക്ക് നാളെ വേണമെങ്കിൽ കവർ ചെയ്യാം. ഇപ്പം സമയം അന്ന് അതിക്രമിച്ചായിരുന്നു, കാരണം ഒരു 10-11 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചു, ദൈവമേ കൊള്ളാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വാഴയില വെച്ചുള്ള ഫ്രെയിമിൻ്റെ പുറകിലെ കഥ. പക്ഷേ കോമഡി വേറെ ഒന്നുമല്ല. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തൊരു കോളിംഗ് ബെല്ല്. ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഡെലിവറി ബോയ് ചേട്ടൻ. ചേച്ചി ഒരു കൊറിയർ ഉണ്ടേ. ഞാൻ പറഞ്ഞത് ഗ്രില്ലിൽ കൂടെ ഇങ്ങിട്ടേക്കാൻ. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ആ സാധനം എന്ന്. എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഓക്കെ, ബൈ.